അങ്ങനെ വീണ്ടും ഒരു മൂന്നാർ റൈഡാട്ടോ. നമ്മുടെ എല്ലാ റൈഡിലും എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടാകും. അതുപോലെ ഈ ഒരു മൂന്നാർ റൈഡിൻ്റെ രണ്ട് സ്പെഷ്യൽ തിങ്സ് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ധീരജ് ബ്രോ ആട്ടോ. അപ്പോൾ ബ്രോ എന്ന് പറഞ്ഞാൽ ഒരു പാഷനേറ്റ് സൈക്ലിസ്റ്റാണ്. അതുപോലെ തന്നെ ബ്രോ കാനഡയിൽ സെറ്റിൽഡാണ്. അപ്പോൾ ബ്രോ ഒരു 3 വീക്കിന് നാട്ടിൽ വന്നതാണ് ലീവിന്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കൂടെയൊക്കെ റൈഡ് ചെയ്യണം എന്നുള്ള അത്രയൊരു ഡിസയർ കൊണ്ട് തന്നെ ആൾ ബൈക്ക് പാക്ക് ചെയ്തുകൊണ്ടെങ്കിൽ പോകുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു മൂന്നാർ റൈഡിൽ ബ്രോയും ഉണ്ടാവും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ യൂഷ്വൽ മൂന്നാർ റൈഡുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാഷണൽ ഹൈവേ വഴിയാണ്, അതായത് നേര്യമംഗലം റൂട്ട്. പക്ഷേ ഇത്തവണ എന്ന് പറഞ്ഞാൽ നമ്മൾ വ്യത്യസ്തമായിട്ട് തട്ടേക്കാട് കുട്ടമ്പുഴ വഴി മാമലക്കണ്ണ് ഫോറസ്റ്റൊക്കെ കയറിയിട്ടാണ് പോകുന്നത്. അപ്പം ഇത് രണ്ടുമാണ് നമ്മുടെ ഈ റൈഡിൻ്റെ സ്പെഷ്യൽ തിങ്സ്. പിന്നെ നമ്മുടെ റൈഡ് ഒരു 1 നൈറ്റ് സ്റ്റേ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സാഡിൽ ബാഗും ഒരു ഫ്രെയിം ബാഗും കൂടെയാണ് എടുക്കുന്നത്. അപ്പം ഈ ഒരു റൈഡ് ഏകദേശം വെളുപ്പിന് 3:15 ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നൊരു 20 കിലോമീറ്റർ റൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പണ്ടപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. അവിടെ വെച്ചാണ് നമ്മുടെ വൈശാബ്രോനെ രാവിലെ മീറ്റ് ചെയ്തത്. അവിടുന്ന് ഞാനും വൈശാബ്രോയും കൂടെ നേരെ മൂവാറ്റുപുഴയ്ക്ക്. അപ്പോൾ നമ്മുടെ രാവിലത്തെ റൈഡ് എന്ന് പറഞ്ഞാൽ വെറും വെയിറ്റുള്ള റൈഡായതുകൊണ്ട് തന്നെ അവിടെ നിന്നൊരു ചായയും ഒരു ജാം റോളും കഴിച്ചു കേട്ടോ. പിന്നെ അവിടുന്ന് നേരെ നമ്മുടെ ധീരജ് ബ്രോയുമായിട്ടുള്ളൊരു മീറ്റിംഗ് പോയിൻറ്റ്, അതായത് തട്ടേക്കാടിന് മുമ്പുള്ള കീരമ്പാറ എന്ന് പറഞ്ഞൊരു ലൊക്കേഷൻ കേട്ടോ അത്. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ഈ റൈഡിൽ നമ്മൾ ചെസ്റ്റ് മൗണ്ട് യൂസ് ചെയ്യുന്നില്ല കേട്ടോ. കാരണം ഒരുപാട് ക്ലൈംസും അതുപോലെ തന്നെ നല്ല വെയിലൊക്കെ ഉള്ളൊരു കാലാവസ്ഥയായതുകൊണ്ട് നമ്മൾ ചെസ്റ്റ് മൗണ്ട് ക്ലിപ്സ് ഈ റൈഡിൽ ഒഴിവാക്കിയേക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ ധീരജ് ബ്രോ ജോയിൻ ചെയ്ത് നമ്മൾ തട്ടേക്കാട് റൂട്ടിൽ ചവിട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. രാവിലത്തെ ആ ഒരു നൈസ് ആംബിയൻസിൽ ചെറിയ തണുപ്പും നല്ലൊരു കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇലയൊക്കെ കണ്ടിട്ട് ഹെഡ് വിൻഡാണെന്ന് തോന്നുന്നു കേട്ടോ ഗൈസ്. അയ്യോ, നമ്മൾ പുന്നേക്കാട് എത്തി കേട്ടോ. തട്ടേക്കാടിന് മുന്നേ ഉള്ളൊരു ചെറിയ ടൗണാണ്. നമ്മളിവിടെ നിന്ന് നേരെ പോകട്ടെ. ഇനി ഫോറസ്റ്റിലേക്കാണ് കയറുന്നത്. അപ്പോൾ നമ്മുടെ 2 സൈഡിൽ കാണുന്ന ഫോറസ്റ്റ് ആട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് കത്തിച്ച് കളഞ്ഞേക്കുന്നതാണ്. അറിയില്ല, മേ ബി കാട്ടുതീയൊക്കെ പിടിക്കാണ്ടിരിക്കാനാണോന്നറിയില്ല. കുറച്ചൊക്കെ കത്തിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഈ സമയത്ത് അത്ര നല്ലൊരു പച്ചപ്പൊന്നും കാണാനും പറ്റത്തില്ല, കാരണം നല്ല വെയിലാണല്ലോ. നമ്മുടെ തട്ടേക്കാട് പെരിയാറല്ലേ ബ്രോ ഇത്? യെസ്, തട്ടേക്കാടിന് മുന്നേ ഉള്ള പാലം കേട്ടോ. ദൂരെ മലനിരകൾ. ഈ ഒരു അമ്പലം നല്ല രസമാണ്. വ്യൂ ഉള്ള പള്ളി. കറക്റ്റ് പള്ളിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടോ മല തന്നെ. സെൻറ്റ് ആൻ്റണീസ് ചർച്ച് അത് തന്നെ. അങ്ങനെ നമ്മൾ കുട്ടമ്പുഴ എത്തി കേട്ടോ. ഇവിടുന്ന് നേരെ പോകുമ്പോഴാണ്, ലെഫ്റ്റ് പിടിച്ച് പോകുമ്പോഴാണ് നമ്മുടെ പൂവേംകുട്ടി ആ റൂട്ടൊക്കെ വരുന്നത്. നമ്മളിവിടുന്ന് മാമലക്കണ്ടം എടുക്കും കേട്ടോ. ബോർഡ് മൂന്നാർ അടിമാലി മാമലക്കണ്ടം. നമ്മുടെ ക്ലൈംബ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അങ്ങനെ ഗൈസ് നമ്മൾ ഫോറസ്റ്റ് റൂട്ടിലേക്ക് കയറി കേട്ടോ. നമ്മുടെ ഒരു മാമലക്കണ്ടം ഫോറസ്റ്റ് റേഞ്ചാണ്. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ അടുത്ത ലെഫ്റ്റ് എടുക്കുക കേട്ടോ. ലെഫ്റ്റ് എടുത്ത് ആ വഴി എങ്ങനെ ഉണ്ടെന്ന് അറിയത്തില്ല. കുറച്ച് നാൾ മുന്നേ വരെ മോശമായിരുന്നു. അപ്പോൾ ആ വഴിയൊക്കെ നന്നാക്കിയതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ലെഫ്റ്റ് ഇതിന്റെ വലിപ്പം മനസ്സിലാണെങ്കിൽ കാണിച്ചു തരാം. ചേർന്ന് നിന്നോ. എന്താ എത്ര നാളുകൊണ്ടായിരിക്കും ഇങ്ങനെ. വീണ്ടും അത് കൂട്ടൊരു മരം കേട്ടോ. വലിയ മരമായിട്ടെ, വലിയ ബേസുള്ള മരം. കൊള്ളാലോ. അപ്പം വന്ന വഴി നേരെ തിരിച്ചു പോകാമല്ലോ. അവിടെ നിന്ന് റൈറ്റ്. ആ വഴി മോശമാണോ ചേച്ചി? നന്നാക്കിയിട്ടുണ്ടല്ലേ? ഓക്കെ, കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ. ഓ ശരി. അപ്പോൾ നമ്മൾ ആ മാപ്പൊക്കെ നോക്കി പോരുമായിരുന്നേ. അത് ഈ കൊമ്മൂട്ടിൽ സെറ്റ് ചെയ്ത മാപ്പാണ്. ഗാർമിനിൽ ഇട്ടേക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കി പോകുന്നതാണ്. പക്ഷേ
നമ്മൾ വന്ന വഴി തിരിച്ച്, അതായത് നമ്മൾ നേരത്തെ ഒരു സോളോ റൈഡൊക്കെ വന്നില്ലേ, അന്ന് കണ്ട ആ റൂട്ട് തന്നെയായിട്ടാണ് പോകുന്നത്. അതായത് നമ്മൾ കുറച്ചങ്ങ് ചെന്ന് കഴിഞ്ഞ് റൈറ്റ് എടുക്കണം, ആ വഴിയാണ് മാമലക്കണ്ടം വഴി. അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ച് ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കുഴപ്പമില്ല, നല്ല വൈബായിരുന്നു, ആംബിയൻസ് ആയിരുന്നു, കാഴ്ചകളൊക്കെ കണ്ട് കുറച്ചിങ്ങനെ ചവിട്ടി പോകുന്നു. കുഴപ്പമില്ല, വെറുത്തായിരുന്നു. ഇപ്പോൾ നമ്മുടെ മാമലക്കണ്ടത്തിനുള്ള ആ ഒരു ചെറിയ ഗ്രേഡ് ക്ലൈം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇല്ല, അതല്ല, ചെറിയ ഗ്രേഡ്, വലുത് വരുന്നു. ഇത് ഞാൻ പറഞ്ഞ ചെറിയ ഗ്രേഡ്. അതെ അതെ. ബാക്കിലൊരു ഏർമാടൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ അതൊക്കെ പൊളിഞ്ഞ് കിടക്കുവാണ്. ഓക്കെ, ഇവിടെ ആണ് കേട്ടോ വെള്ളം ഒഴുകുന്ന സ്ഥലം. ഇപ്പോൾ വെള്ളമില്ല ബ്രോ. ഇവിടെ ആയിരുന്നു. അങ്ങനെ നമ്മൾ ഓൺ ദ വേ ടു മാമലക്കണ്ടം. ആ ഒരു നല്ല ഗ്രേഡ് ക്ലൈംബ് വരുന്ന സ്ഥലം കേട്ടോ. ഒരു ബൈക്കാണ് കയറിപ്പോയത്. ആ ബൈക്ക് അവിടെ നിർത്തിയിട്ടാണ് കയറിപ്പോയത്. അതിലാണ് നമ്മളത് വണ്ടി കണ്ട് കയറി പോകുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം കണ്ടോ, അതായത് സംഭവം ലൈറ്റായിരുന്നു. അപ്പോൾ ഇത് ആനയൊന്നും വന്ന് നശിപ്പിക്കാണ്ടിരിക്കാനാണ് ഇങ്ങനൊരു മുള്ളുവരി വെച്ചേക്കുന്നത്. ഈവൻ അങ്ങനെ ഒരു സംഭവം വെച്ചിട്ട് പോലും മച്ചാൻ വന്ന് ചവിട്ടിക്കളഞ്ഞു കേട്ടോ. അതാണ് ഇവിടുത്തെ അവസ്ഥ. നല്ല രസമുണ്ടല്ലേ ബ്രോ കാണാൻ? കിടക്കണ കാണാൻ നല്ല രസമുണ്ടല്ലേ? ഇതൊക്കെ ധീരജ് ബ്രോയ്ക്ക് സിമ്പിളാണെന്നാണ് പറയുന്നത്. ബ്രോ ഇവിടുത്തെ ഒരു കോം അടിക്കാനുള്ള പ്ലാനാണ്. യെസ്. ഓ ശരി, ഇത് തന്നെ. അതെ, നമ്മുടെ ധീരജ് ബ്രോ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. വൈശാ ബ്രോയും തുടങ്ങുവാണ്. നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങിയാലേ പക്ക സ്ലോപ്പാണ്, ഒരു ഏകദേശം 20 മേളിലുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് ഒരു ചെറിയ പേസിൽ വരാമെന്ന് വിചാരിച്ചിട്ടാണ് പോണത്. അപ്പോൾ വൈശാ ബ്രോ സ്റ്റാർട്ട് ചെയ്യുവാണ്, പുറകെ ഞാനും. അങ്ങനെ കിടക്കോട്ടെ നമ്മുടെ ക്ലൈംബ്. അപ്പം നമുക്കിവിടെ വെച്ചിട്ട് അവർ ആനച്ചൂര് ഫീൽ കേട്ടോ, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഒരു സ്മെല്ല് അത് കിട്ടുന്നുണ്ടേ. ഇവിടെയൊക്കെ കിടപ്പുണ്ട്, പക്ഷെ ഇതൊക്കെ പഴയതാണ്. വണ്ടി കയറി പോയ കേട്ടോ ആനപ്പിണ്ടം. പക്ഷെ നിലവിൽ നമുക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നില്ല. മേ ബി നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെയോ ഇവിടെയൊക്കെ കാണും കേട്ടോ. ബ്രോ ആനനെ കണ്ടോ? ഉണ്ടല്ലേ, കിട്ടിയല്ലേ? ചിലപ്പോൾ കാണും ബ്രോ. അവിടെയല്ലേ മറ്റേ ഒരു വെള്ളത്തിന് ചെറിയ ഇത് തന്നെ, ചിലപ്പോൾ അവിടെയൊക്കെ ഉണ്ടാവുന്നേ. അപ്പം നമ്മൾ വീണ്ടും ക്ലൈംബിലേക്ക്. ബ്രോ കയറി വരുമ്പോൾ പറയാമെന്ന് വിചാരിച്ചാ. അങ്ങനെ നമ്മുടെ ക്ലൈംബൊക്കെ കയറി വന്നിട്ട് നമ്മുടെ വൈശാഖ് ബ്രോ പറയുമായിരുന്നു ഇവിടെ ആനക്കടയുണ്ട്, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്നൊക്കെ. പക്ഷേ ആനക്കട അൺഫോർച്യുനേറ്റ്ലി അടച്ചേക്കും കേട്ടോ. അതിനെന്ന് വെച്ചാൽ ഇന്ന് വെള്ളിയാണ്, വെള്ളിയാഴ്ച കേട്ടോ. നമ്മൾ വെള്ളിയാഴ്ചയാണ് റൈഡ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും, വീക്കെൻഡിലായിരിക്കും ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മൾ മാമലക്കണ്ടം ഓൺ ദ വേ താലിപ്പാറ എന്ന് പറഞ്ഞൊരു ലൊക്കേഷൻ എത്തി കേട്ടോ. മാമലക്കണ്ടം തന്നെയാണ്, പക്ഷെ കുറച്ചുകൂടെ ചെല്ലുമ്പോഴാണ് അതിൻ്റെ ടൗൺ വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ രാവിലത്തെ അപ്പം കഴിക്കുന്നത് കേട്ടോ. അപ്പം ചായ ഉണ്ട്. വൈശാഖ്രോയൊക്കെ തണുത്ത പൊറോട്ട ഞാൻ സമ്മതിക്കില്ല. തണുത്ത പൊറോട്ട ഇതുണ്ടെന്നല്ലേ, ചൂട് പോകുന്ന ചൂട്. ഇല്ല ഞാൻ സമ്മതിക്കില്ല, ഞാൻ സമ്മതിക്കില്ല. ആവി പറക്കുന്ന അപ്പം. പിന്നെ ആദ്യമായിട്ടുള്ളത് ഇങ്ങനെ കാണുന്ന ഒരു നാണം കിട്ടത്തില്ല കേട്ടോ. അപ്പം നമ്മൾ മാമലക്കണ്ടം പോണ വഴിക്കുള്ള ഒരു വലിയ മലയാട്ടോ. അതെ, ഞങ്ങൾ കയറാൻ ചെറിയൊരു പ്ലാൻ ഉണ്ട് ഗൈസ്. അതെ, എന്നാ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. വഴി ഉണ്ടാവും ബ്രോ. ഈ പറമ്പിൽ കൂടെ കയറാം. അതെ, ഈ പറമ്പിൽ കൂടെ കയറും. ബ്രോ ഒരാളെ കൂടെ മൂന്നാർ കൊണ്ടുപോവാണ്. ബൈ ബൈ.
അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ പഴമ്പള്ളിച്ചാല കേട്ടോ, നമ്മളിപ്പോൾ പട്ടിയിലൊക്കെ കണ്ട ആ വഴി. ഇവിടെ നിന്ന് അത്യാവശ്യം നല്ല റോഡാണ്, നമ്മുടെ ആലുവ മൂന്നാർ റൂട്ടിൽ ചെന്ന് കയറും അല്ലേ ബ്രോ? അങ്ങനെയല്ലേ? ഇരുമ്പ് പാലത്തേക്ക് കയറും. യെസ്. ധീരജ് ബ്രോയുടെ വണ്ടി ഒന്ന് പരിചയപ്പെടുത്താം കേട്ടോ. നമ്മുടെ ട്രെക്കിൻ്റെ വണ്ടിയാണ്, ഗ്രാവലാട്ടോ വണ്ടി. ചെക്ക് പോയിൻറ്റ് SL7 ജനറേഷൻ 3 ആണ്. ഈ വണ്ടി നമ്മുടെ ഇന്ത്യയിൽ ഇറങ്ങിയിട്ടില്ല. അപ്പം ബ്രോ കാനഡയിൽ നിന്ന് നേരെ ഇറക്കുമതി ചെയ്ത വണ്ടി കേട്ടോ. അപ്പോൾ ബ്രോ ഇത് ഫുള്ളി ഇത് ബിൽഡ് ചെയ്തതാണ്, അതായത് ഫ്രെയിം മേടിച്ചു അല്ലേ? ഫ്രെയിം മേടിച്ചു. പിന്നെ നേരത്തെ ഓൾറെഡി ഗ്രാവലായിരുന്നു ബ്രോയുടെ. അതിൻ്റെ കാർബൺ വീൽസും അതിൻ്റെ തന്നെ GRXൻ്റെ ഗ്രൂപ്പ് സെറ്റായിട്ടോ വരുന്നത്. വണ്ടി നല്ല എന്നാ പറയുക, പൊളി വണ്ടി. ടോട്ടൽ 9.5 അല്ലേ വെയിറ്റ് വരുന്നത് വണ്ടിയുടെ? 9.5 സംതിങ് കേട്ടോ വെയിറ്റ് വരുന്നത്. ഏലും എന്താ പറയുന്നത്, പൊളി വണ്ടിയാണ്, ഒന്നും പറയാനില്ല. ഞാൻ ഓടിച്ച് നോക്കിയില്ല, എന്നാലും നമ്മുടെ ഫസ്റ്റ് ലുക്കിൽ പറയുന്നത് ഫസ്റ്റ് ഇംപ്രഷൻ 174. ഞാൻ 174 അപ്പോൾ ഞങ്ങളുടെ സെയിം ഹൈറ്റ് ആട്ടോ. ഞങ്ങളെ ക്ലീറ്റ്സും ലോക്കായിക്കോളും. അപ്പോൾ എപ്പോഴെല്ലാം ഒന്ന് ഓടിച്ച് നോക്കാം. ഫ്ലാറ്റിൽ അടിക്കുമ്പം ആ ഹോൾ ഇല്ലെങ്കിൽ ചിലപ്പോൾ ബൾജ് ആവാൻ ചാൻസ് ഉണ്ട്. ഫ്രെയിമിന്റെ ഉള്ളിൽ ഈ മറ്റേ വീലിന്റെ ഉള്ളിൽ ചിലപ്പോൾ ട്രാപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. ശരി. അതിന് വെന്റ് ചെയ്യാനായിട്ടാണ്. പിന്നെ വെള്ളമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കയറുവാണെങ്കിൽ പോകാനുള്ളൊരു. പക്ഷെ നമ്മൾ ഒറ്റ നോട്ടത്തിൽ കണ്ട ആരോ തുളച്ചു വെച്ച പോലെ തോന്നും. പക്ഷേ ഈ ഒരു ഹോളിന്റെ പർപ്പസ് ആട്ടോ ഇപ്പോൾ പറഞ്ഞത്. ആണല്ലേ? ശ്രദ്ധിച്ചിട്ടില്ല, അത് ഞാൻ ചോദിച്ചത്. പിന്നെ ഇത് ഹോളൊന്നുമില്ല, ഈ മറ്റേ സ്പോക്ക് ഇടാനായിട്ട് ഹോളൊന്നുമില്ല. പിന്നെ ഗ്രാവൽ ബൈക്കിന്റെ ഒരു പ്രത്യേകതയാണ് ഹാൻഡിൽ ബാർ നോക്കി അറിയാം, ഫ്ലയേർഡ് ആയിരിക്കും. കുറച്ച് ഇങ്ങനെ ഒരു ഇങ്ങോട്ട് ഔട്ടറിലേക്ക്. അതെ, നമുക്ക് ബാക്കിൽ നോക്കുമ്പോൾ ശരിക്കും മനസ്സിലാവും. റോഡ് ബൈക്കിന്റെ സ്ട്രൈറ്റ് ആയിരുന്നേ, കുറച്ച് കൺട്രോളിന് വേണ്ടിയിട്ടാണ്. യെസ്. ഇതാട്ടോ നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അതിൻ്റെ എലിവേഷനാണ് കാണിക്കുന്നത്. ഈ റെഡ് കണ്ടോ? നമ്മൾ ഈ പച്ച കണ്ടില്ല? ഈ പച്ചയിലും ഗ്രേഡ് ഉണ്ടായിരുന്നല്ലേ ബ്രോ? ഇവൻ ഈ പച്ച കാണിച്ചതും ഗ്രേഡ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ ഗ്രേഡ് ഇത് കണ്ടോ, ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പം ഓൾമോസ്റ്റ് ഇത് ചെയ്തിട്ടുമില്ല കേട്ടോ. യെസ് യെസ്, അത് തന്നെ. എന്തോ അങ്ങനെ ഒരു അടാറ് ക്ലൈംബൊക്കെ കഴിഞ്ഞോട്ടെ. ഇനിയിപ്പോൾ അതെ നല്ലൊരു ഡൗൺ ഹില്ലാണ് വന്നേക്കുന്നത്. പക്ഷെ ആക്ച്വലി നമ്മൾ ചെസ്റ്റ് മൗണ്ട് വെച്ചിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ഈ ഒരു വിഷ്വൽസ് ഒന്നും കാണിക്കാത്തത്. ആ ദൂരേക്കൊക്കെ നോക്കുകയാണെങ്കിൽ എന്ത് രസമാണെന്നറിയോ? ഇത് ആ ദൂരെയുള്ള കാഴ്ചയുണ്ടോ? വലിയ പാറ നിൽക്കുന്നത്, നമ്മുടെ കൊടൈക്കനാലുള്ള ആ ഒരു പില്ലർ റോക്സ് ഇല്ലേ, അതിൻ്റെ ഒരു ഷേപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഈ റൈറ്റ് സൈഡ് ഫുള്ള് പാറ കേട്ടോ. പാറ മീൻസ് മലയാണ്, വലിയ പാറകളെ. അടിപൊളി. നമ്മൾ സ്റ്റിൽ ആ ഒരു ഡൗൺ ഹില്ലാട്ടോ. ഇടയ്ക്ക് ചെറിയ ഫ്ലാറ്റ് പോലെ വരും, പിന്നെ വീണ്ടും ആ ഒരു ഡൗൺ ഹിൽ, ഒരു ഡിസെൻറ്റ് പോലെ. അങ്ങനെ നമ്മൾ ആ ഒരു ഇറക്കമൊക്കെ ഇറങ്ങി വീണ്ടും അടുത്ത ഗ്രേഡിലേക്ക് കേട്ടോ. അപ്പം ബ്രോയുടെ മാപ്പ് അനുസരിച്ചാണെങ്കിൽ 500 മീറ്ററിൽ 13 ആവറേജ് ഗ്രേഡ് വരുന്നൊരു ക്ലൈംബാണ്. ആ ഒരു മല കണ്ടോ, നമ്മൾ അങ്ങോട്ടായിരിക്കും കയറുന്നത്. നേരെ കുത്തനെ കേട്ടോ പാറ മേളിലേക്ക്, ലെഫ്റ്റ് സൈഡിലെ അല്ല മേളിലേക്ക് ആ പാറ കണ്ടില്ലേ? അതെ. വലിയ ഗ്രേഡ് അതാട്ടോ. റോഡല്ല, കോൺക്രീറ്റ്. അതാ ഇവിടെ വന്നപ്പോൾ തണുപ്പ് കേട്ടോ, അത് ഈ പാറയുടെ. അങ്ങനെ നമ്മളിത് NH കയറി മൂന്നാർ പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു വഴിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ 2 സൈഡിലും വഴിപണി നടക്കുന്നുണ്ട്. അതായത് വഴിക്ക് വീതി കിട്ടും കേട്ടോ. നമ്മൾ ലാസ്റ്റ് ടൈം പോയപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു. ഇതിന് കുറേ നാൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടാണ് ഈ റൂട്ടിൽ വരുന്നത്.
പിന്നെ മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്യാവശ്യം നല്ല വെയിലൊക്കെ കൊണ്ടുപോകണം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞത് നമ്മുടെ ഹ്യൂമിഡിറ്റിയുടെ ചെറിയൊരു വ്യത്യാസം ഉള്ളതുകൊണ്ട് അത്ര കുഴപ്പമില്ല. ഈ വെയിലിൻ്റെ കൂടെ ഒരു കാറ്റും ഉണ്ടല്ലോ, നമ്മുടെ കോട്ടയം എറണാകുളത്തൊക്കെ ചവിട്ടുന്ന അത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. യെസ്, അപ്പോൾ അതാണ് കഥ. നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇടയ്ക്ക് ഇതുപോലെ JCB, ഹിറ്റാച്ചി ലോറികളൊക്കെ ഉണ്ട് കേട്ടോ. ഗ്രീൻ ഫ്ലാഗ്, റെഡ് ഫ്ലാഗ് അതൊക്കെ കാണിക്കുന്നുണ്ട്. യെസ്, ഗ്രീനാണ്. ഹായ്. അങ്ങനെ നമ്മൾ ഓൺ ദ വേ ടു മൂന്നാർ. പള്ളിവാസൽ എത്തിയില്ല കേട്ടോ. അതിന് മുന്നേ നമ്മുടെ വൈശാഖ് ബ്രോ തിരിച്ചു പോകാം കേട്ടോ. അപ്പോൾ ബ്രോയ്ക്ക് ചെറിയൊരു ഹോസ്പിറ്റൽ കേസ്. അതെ. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പം സമയം 3:04 അപ്പോൾ ഇപ്പോഴേലും തിരിച്ചാലാണ് ആ ഒരു ടൈമിൽ എത്താൻ പറ്റത്തുള്ളൂ. മൂന്നാർ റൈഡ് പ്ലാൻ ചെയ്തിട്ട് മൂന്നാർ പോയിന്റ് എത്താണ്ട് തിരിച്ചു പോകാൻ. മൈഗ്രീൻ സാറില്ല, 7 തവണ മൂന്നാർ കണ്ട ആളല്ലേ. കുഴപ്പമില്ല ബ്രോ, വിഷയമില്ല. ഓക്കെ ബ്രോ, എന്നാലും സേഫായിട്ട് പോകും. ഞങ്ങൾ അടുത്ത ദിവസം റിട്ടേൺ. നമുക്ക് വീണ്ടും വേറൊരു മൂന്നാർ റൈഡിൽ കാണാം. ഓക്കെ. നമ്മുടെ പള്ളിവാസൽ കഴിഞ്ഞിട്ട് മൂന്നാറൊക്കെയുള്ള ഒരു വ്യൂ ആട്ടോ. ആ 2 സൈഡിലും തേയിലത്തോട്ടങ്ങളും ബാക്ക്ഗ്രൗണ്ടിലെ മലനിരകളൊക്കെ വന്നിട്ട് അങ്ങനെ അതെ, ഇതാട്ടോ നമ്മുടെ മൂന്നാറിലെ ഫൈനൽ പോയിന്റ്. ഈ ഒരു ബോർഡിൻ്റെ താഴെ വന്ന് ഫോട്ടോ എടുത്തിട്ട് പോവുക, അതാണ് പരിപാടി. പക്ഷെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇനി നമ്മളിവിടെ നിന്ന് ഒരു ചായ കുടിക്കട്ടോ. അവിടെ ഒരു ടീ സ്റ്റാളുണ്ട്. അപ്പോൾ നേരെ അവിടെ പോയി ഒരു ചായയും കുടിച്ച് ഒരു കോഫി അടിച്ചിട്ട് നമ്മൾ വന്ന വഴി റിട്ടേൺ. മൂന്നാർ പഴയ പാലാട്ടോ, പുതിയ പാലം അപ്പുറം കാണുന്നത്. ഇവിടെയാണ് നമ്മുടെ ബോർഡൊക്കെ വരുന്നത്. അങ്ങനെ നമ്മൾ ആ ഒരു കാപ്പിയും കുടിച്ച് താഴത്തേക്ക് പോകട്ടോ. അതായത് പള്ളിവാസൽ പറഞ്ഞ പോലെ അവിടെയാണ് നമ്മൾ ഇന്ന് സ്റ്റേ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 8-9 കിലോമീറ്റർ എന്താണെങ്കിലും ഉണ്ടാവും. യെസ്.